ശ്രീ തിരുവർക്കാട്ട് ഭഗവതി ശൂലാഗ്രം കൊണ്ട് വിദ്വാരി മുകിലമഖിലം രംഹസാ സംഹരിപ്പാൻ കാലാപ്രധ്വംസി ബാലാന്തര നയനമുടെ സംഭവിച്ചൂരു മൂർത്തെ ഓലാക്ഷ്മാ പാരവംശത്തിനും അകുടല സദീപമാം ലോകമാന്യേ പാലിക്കേണം സദാമം പെരിയ തിരുവർക്കാടമ്പുമിൻ തമ്പുരാട്ടി. ദാരികാന്തകയായ മഹാകാളി, ദുഷ്ടജന സംഹാരമൂർത്തി, ഭക്തജന പരിപാലനമൂർത്തി, ദാരികാസുര നിഗ്രഹത്തിനായി ശ്രീ പരമേശ്വരന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ആറ്റിലും അറുവരിലും ഉഗ്രബലവീര്യമുള്ളവളായി ഉദയം ചെയ്തവൾ. 108 ആയുധങ്ങളും നൽകി രുദ്രൻ ദാരികവധത്തിനായി പൊന്മകളെ ഭൂവിങ്കലേക്ക് അയച്ചു. ദാരിക ശിരസ്സും കുത്തിയെടുത്ത് അമ്മാനമാടിയ ഘോര ഭയങ്കരി. ദാരികന്റെ കുടലും രക്തവും തന്റെ ബോധഗണങ്ങൾക്കും വേതാളത്തിനും മൃഷ്ടാന ഭക്ഷണമാക്കി തീർത്ത് ദാരിക ശിരസ്സും തൂക്കിപ്പിടിച്ച് വേതാളത്തിന്റെ ശിരസിലേറി ശ്രീ കൈലാസം തിരുവടി തമ്മപ്പന്റെ തിരുമുമ്പിൽ ചെന്നു വണങ്ങി. ആനന്ദപരവശനായ ശ്രീ കൈലാസനാഥൻ സജ്ജന പരിവാരത്തിനായി ഭൂമിങ്കിൽ കൈയെടുക്കണമെന്ന് കൽപ്പിച്ചു. ദാരിക ശിരസ്സും തൂക്കി ഖഡ്ഗവുമേന്തിയ രൗദ്രഭാവത്തിൽ തന്നെ ഭൂവിങ്കലുള്ള ചെറുമനുഷ്യർക്കുണ്ടാകും 1 തൊട്ട് 6 വ്യാധികളും തടകിയൊഴിച്ച് ഗുണപ്പാട് വരുത്തി കൊടുക്കണം പൊന്മകളെ എന്ന അച്ഛന്റെ കൽപ്പന ശിരസാവഹിച്ച് ശ്രീ മഹാകാളി ലോകധർമ്മ ഭോവിലേക്ക് തീർന്നാണ്. അടുക്കും ആചാരവും ഭക്തി കൊണ്ട് കൈയൊഴിച്ചുകൂടാൻ പിടിച്ചിരിക്കുന്ന കാളിയെ തായിയായി അംഗീകരിച്ച് തിരുവർക്കാട് സ്ഥാനം കൽപ്പിച്ച് കുടിയിരുത്തിയത്
കോലമന്നനാണ്. സമുദ്രഭാഗം 3.25 നാഴിക കൊണ്ട് വ്ളാഗി മാടാക്കി ചമക്കുവാനും ഈ ഭദ്രയ്ക്ക് ശക്തിയുണ്ടായി. അതോടുകൂടിയാണ് തിരുവർക്കാട്ട് ഭഗവതി മാടായി കാവിലമ്മയായത്. സർവരോഗ നിവാരണിയും സർവോപദ്രനാശിനിയുമായ കാവിലച്ചി ഏവർക്കും തായി തന്നെയാണ്. നിരവധി പേർ പകർച്ചയുള്ള അമ്മയെ ഓരോ ദേശത്തും ഓരോ പേരിലായി തങ്ങളുടെ ഇഷ്ടദേവതയും തായിയുമായി കൽപ്പിച്ച് ചെറുമനുഷ്യർ പൂജിച്ചാരാധിച്ചു വരുന്നു. വാഴ്കന്റെ ശ്രീ കൈലാസം എന്റെ അച്ഛൻ ഇന്ദ്രക്കോലപ്പന്റെ 3-ാം തൃക്കണ്ണിൽ 60-രെയും 64-രെയും തോറ്റിച്ചമച്ചാനെന്ന തമ്മപ്പൻ 60-ലും ബലവീര്യമായി തോറ്റം ചെയ്തു കണ്ടെടുത്ത പരദേവത തിരുവറുകാട്ട് ഭഗവതി എന്നെനിക്ക് പേരുനാമം കൊണ്ടു. കയ്യാലെടുത്ത വണ്ണം എറിഞ്ഞുകൊണ്ട് ഏറുകാട്, പൊരുതുകൊണ്ട് പോർക്കൊല്ലി, തിരിച്ചുകൊണ്ട് ശ്രീ കുരുമ്പ, ശ്രീ മണത്തണ, 1008 108 യോഗമസ്ഥാനം എല്ലാത്തിലും അഴകി തായ് കൊണ്ടെനിക്കെന്റെ തിരുവർക്കാട്ട് വടക്കേൻ വാതിലെനിക്കാധാരമെന്ന അവസ്ഥ കരുതി അന്ന് നൂലിട്ടാനരിയില്ലാതെ ഒരു സമുദ്രം 3.25 നാഴിക കൊണ്ട് വ്ളാകിക്കരപ്പെടുത്തി മാടാക്കിച്ചും എരിഞ്ഞ പാറയും കുളിർത്ത പടവുമാക്കി നേരെ വടക്കിനാക്കിയിലും തെക്കിനാക്കിയിലും ഒരുപോലെ തണലിരുന്നു. വടുകുന്ന പുഴയിൽ നീരാടി പൂവിടും കല്ലെന്നും ഞാൻ വസിക്കുകയും ചെയ്തു. 60 അമ്മമാരെ കോവിൽ കൊണ്ടു ഭണ്ഡാരം വെക്കുന്ന അറയുറഞ്ഞു. പള്ളിപ്പെരുങ്കൂലം എന്നും ഞാൻ വസിക്കുകയും ചെയ്തു. എന്റെ അച്ഛൻ ഭദ്രക്കോലപ്പന ഞാൻ കുളിച്ചു. കൈക്കൂമ്പിപ്പിരിയും കാലത്ത് ഇടത്തെ കൈക്കും വലത്തെ കൈക്കും ആയുധം ഉറപ്പിച്ചു തന്നു.